തണുപ്പിലും ഞാനിന്നൊരു ഓട്ടം പോവാണ് പൊള്ളാച്ചി. ഇതാണ് നമ്മളെ വണ്ടി. റെയിൽവേത്തെ സാറുമാരിയും കൊണ്ടാ പോണത്. പൊള്ളാച്ചി എത്തിയത് 2 സാറും ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് അടിയും കഴിഞ്ഞ് നേരെ പോയത് പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ അവര് 2 പേരും ഓഫീസിൽ പോയി. അവരൊന്ന് തിരിച്ചു വരുന്നവരെ നമ്മളെ സമയം എങ്ങനെ കളയണത് കാണിച്ചു തരാം. കൊറേ വണ്ടിയിൽ കിടന്നുറങ്ങി. ചൂടും വെയിലും കൂടിയപ്പോ ഞാൻ മെല്ലെ എണീച്ച് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ കയറി. അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നേരെ പ്ലാറ്റ്ഫോമിൽ പോയി. എന്നിട്ട് അവിടെ അങ്ങോട്ട് കിടന്നുറങ്ങി. നമ്മളോട് കളി കൊളത്ര ഷെഡ് കണ്ടിക്കണേ. ഒരുപാടൊന്നും ഉറങ്ങാനും പറ്റിയില്ല. ഈ മൊട്ടക്കുട്ടിയുടെ കാറ് എന്റെ കൈ കൂടിയും കാലിൽ കൂടിയാണ് ഓട്ടിക്കളിച്ചത്. അങ്ങനെ ഉറക്കം പോയി എന്ന് പറഞ്ഞപ്പോ പോയിട്ട് മുഖം കഴുകി ഫ്രഷ് ആയി. അപ്പോഴാണ് തിലകൻ ചേച്ചി പറയുന്ന കഥാപാത്രം വന്നത്. ഞാൻ പിന്നെ പെട്ടെന്ന് എല്ലാരോടും കമ്പനിയാവും. അതാണ് ഇപ്പൊ കണ്ടത്. ചേച്ചി പോയത് വേറൊരു ഭാഗത്ത് പോയി ഉറങ്ങി. ഒരുപാടൊന്നും ഉറങ്ങിയില്ല. പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീച്ചു. ഈ ഒരു സ്വപ്നം എന്റെ ഉറക്കത്തെ തന്നെ ഇല്ലാണ്ടാക്കി. സാറുമാര് ലഞ്ച് ടൈമായി വീണ്ടും ഹോട്ടലിലേക്ക് എത്തി. ഒരു 5 മണി വരെ എങ്ങനെയൊക്കെയോ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങി. ഞാൻ നേരെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി നോമ്പുറക്കാൻ. അവരപ്പോ ഞാനും കുറച്ചേരം പണിയൊക്കെ എടുത്ത് എല്ലാരും ഒക്കെ പോയിരുന്ന്. അപ്പോഴാണ് വിശ്വജിത്തിന് എന്റെ കൈ കിട്ടിയത്. ഇവൻ നോമ്പ് 1 മുതൽ ഡെയിലി വരുന്നുണ്ടെന്നാ പറഞ്ഞത്. കേട്ടപ്പോ ഒരു സന്തോഷം. അങ്ങനെ വിശ്വജിത്തും ഞാനും ഞങ്ങളും എല്ലാരും കൂടി അടിപൊളി നോമ്പും തുറന്ന് നല്ല മട്ടൻ ബിരിയാണി അടിച്ചു കയറ്റി ഞാൻ വീട്ടിൽ പോയി. അപ്പൊ സലാം.